നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. കാസർഗോഡ് ജില്ലയിൽ കടലിൽ പോയ ബോട്ടുകളിൽ മിക്കതും ഹാർബറുകളിൽ തിരിച്ചെത്തി. കാസർഗോഡ് ജില്ലയിൽ കാലവർഷം ശക്തിയാർജിച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ ലഭിക്കുന്നത് കനത്ത മഴ. സംസ്ഥാന കുടുംബശ്രീ കലോത്സവം. ഓക്സിലറി അയൽക്കൂട്ട വിഭാഗങ്ങളിലായി 60 ദിനങ്ങൾ പൂർത്തിയായപ്പോൾ കാസർഗോഡ് ജില്ല മുന്നേറ്റം തുടരുന്നു. സംസ്ഥാന കുടുംബശ്രീ കലോത്സവത്തിൽ താരങ്ങളായി ഉമ്മയും മകളും. ഒന്നാമതെത്തിയത് ഇംഗ്ലീഷ് കവിത, ഹിന്ദി കവിതാ പാരായണത്തിൽ. തമിഴ്നാട് ജംഗ്ഷനിൽ നിർമ്മിക്കുവാനിരുന്ന നടപ്പാലം മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ ശ്രമം നടക്കുന്നതായി പരാതി. തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ജലവിതരണ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 52 ദിവസത്തേക്കാണ് നിരോധനം. കാസർഗോഡ് ജില്ലയിൽ കടലിൽ പോയ മിക്ക ബോട്ടുകളും ഹാർബറുകളിൽ തിരിച്ചെത്തി. ട്രോളിംഗ് നിരോധന കാലം മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. പതിവ് പോലെ ഇത്തവണയും 52 ദിവസമാണ് നിരോധന കാലയളവ്. ആഴക്കടലിൽ മീൻപിടുത്തത്തിന് പോയിട്ടുള്ള യന്ത്രവൽകൃത ബോട്ടുകൾ മിക്കതും മത്സ്യബന്ധനം അവസാനിപ്പിച്ച് ഹാർബറിൽ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് ഞായറാഴ്ച വൈകിട്ടോടെ തിരിച്ചെത്തും. കരയിലും കടലിലും നിരോധനം സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ഫിഷറീസ് വകുപ്പ് നേരത്തെ നൽകിക്കഴിഞ്ഞു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ എല്ലാ ബോട്ടുകളും ഹാർബറിൽ തിരിച്ചെത്തണമെന്നാണ് കർശന നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിലെ ഭൂരിഭാഗം മീൻപിടുത്ത ബോട്ടുകളും 2 ആഴ്ച മുൻപേ തന്നെ മീൻപിടുത്തം അവസാനിപ്പിച്ച് കരയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. മത്സ്യ ലഭ്യത കുറവാണ് കാരണം. 1 മാസത്തിലധികമായി കടലിൽ നിന്നും ബോട്ടുകൾക്ക് കാര്യമായി മീനുകൾ ലഭിച്ചിരുന്നില്ല. ഇതിനുശേഷം കള്ളക്കടൽ പ്രതിഭാസവും പിന്നീടുണ്ടായ ചുഴലിക്കാറ്റും ശക്തമായ വേനൽ മഴയെ തുടർന്നുണ്ടായ പ്രതികൂല കാലാവസ്ഥയും കാരണം ബോട്ടുകൾക്ക് കടലിൽ പോകുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. ട്രോളിംഗ് നിരോധനം കൂടി അടുത്ത സാഹചര്യം കൂടിയായതോടെയാണ് ബോട്ടുകൾ നേരത്തെ തന്നെ തീരമണിഞ്ഞത്. തൊഴിലാളികളിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ജില്ലയിൽ 260 മീൻപിടുത്ത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 200-ലധികം ബോട്ടുകൾ ചെറുവത്തൂർ, മടക്കര, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മീൻപിടിക്കുന്നത്. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമടക്കം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വറുതിയുടെ നാളുകളായിരിക്കും. ഉൾഗ്രാമങ്ങളിലേക്കടക്കം മീനെത്തിച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികൾക്കും ട്രോളിംഗ് കാലം ഇല്ലായ്മയുടെ കാലമാകും. നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കരിയർ വള്ളമേ അനുവദിക്കുകയുള്ളൂ. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുൻപ് ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടു പോകുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ കാലവർഷം ശക്തിയാർജിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും മഴ മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ മുതൽ ജില്ലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും മഴ മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ മുതൽ ജില്ലയിൽ മഴ കനത്തു. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ജില്ലയിൽ നേരത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ മുതൽ കനത്ത മഴയാണ് ജില്ലയിൽ പെയ്തത്. ജൂൺ ആരംഭിച്ചിട്ടും കുറഞ്ഞ അളവിലാണ് ജില്ലയിൽ മഴ പെയ്തിരുന്നത്. ഇത് ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു. ഈ ആശങ്കയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലയിൽ കാലവർഷം ശക്തി ആർജിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ജില്ലയിൽ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഓടകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമെല്ലാം വെള്ളം കയറുവാൻ സാധ്യതയുണ്ട്. മുൻകരുതൽ നടപടികളുടെ അഭാവം മൂലമുണ്ടാകാനിടയുള്ള ഇത്തരം പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന കുടുംബശ്രീ കലോത്സവത്തിന്റെ ഓക്സിലറി അയൽക്കൂട്ടം വിഭാഗങ്ങളിലായി 60 ദിനങ്ങൾ പൂർത്തിയായപ്പോൾ ആതിഥേയരായ കാസർഗോഡ് ജില്ല മുന്നേറ്റം തുടരുന്നു. കണ്ണൂർ ജില്ലയാണ് 2ാം സ്ഥാനത്ത്. വ്യക്തിഗത ഇനങ്ങളിലും ഗ്രൂപ്പ് ഇനങ്ങളിലും വാശിയേറിയ മത്സരങ്ങളാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവ അരങ്ങിൽ നടന്നുവരുന്നത്. ഓക്സിലറി വിഭാഗത്തിലും അയൽക്കൂട്ടത്തിലും പ്രതിഭകളുടെ മിന്നലാട്ടം പല വേദികളിലും ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞു.
60 ഇനങ്ങളിൽ മത്സരം പൂർത്തിയായപ്പോൾ കാസർഗോഡ് ജില്ല 112 പോയിന്റ് നേടി മുന്നേറുകയാണ്. അയൽ ജില്ലയായ കണ്ണൂർ 82 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തുണ്ട്. പാലക്കാടാണ് 57 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുള്ളത്. തൊട്ടടുത്ത് 49 പോയിന്റ് നേടി തൃശൂർ ജില്ലയാണ് നാലാമതുള്ളത്. കുടുംബശ്രീ കലോത്സവം ഞായറാഴ്ച സമാപിക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇംഗ്ലീഷിൽ കവിത ചൊല്ലി മകൾ ഒന്നാമതെത്തിയപ്പോൾ ഉമ്മ രാഷ്ട്രഭാഷയിൽ കവിതാ പാരായണം ചെയ്ത് ഒന്നാം സ്ഥാനം നേടി. കുടുംബശ്രീ കലോത്സവം സംസ്ഥാന തലത്തിൽ താരങ്ങളായി പള്ളിക്കര പഞ്ചായത്തിലെ ഷംഷാദ് ബീഗവും ആയിഷ അയൂബും. കാസർഗോഡ് പള്ളിക്കര CDSന് വേണ്ടി താലൂക്കിലും ജില്ലയിലും മത്സരിച്ച പള്ളിക്കര ചെറ്റുകുണ്ട് കിക്കാനിലെ മുഹമ്മദ് അയ്യൂബ് സുലൈമാന്റെയും ഷംഷാദ് ബീഗത്തിൻ്റെയും മകളായ ആയിഷ അയ്യൂബാണ് ഓക്സിലറി വിഭാഗത്തിലെ മത്സരത്തിലൂടെ നാട്ടിൽ സംസ്ഥാന നേട്ടം ആദ്യമെത്തിച്ചത്. കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഹിന്ദി കവിതാ പാരായണത്തിൽ ഒന്നാം സ്ഥാനം ഈ മിടുക്കി നേടിയിരുന്നു. ഇത്തവണ ഓക്സിലറി വിഭാഗങ്ങളിൽ 2 ഇനങ്ങളിൽ മാറ്റുരച്ചപ്പോൾ ഇംഗ്ലീഷ് കവിതയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കുകയും ഹിന്ദി കവിതാ പാരായണത്തിൽ 2ാം സ്ഥാനവും ആയിഷയെന്ന ബിരുദ വിദ്യാർത്ഥി നേടി. I want to read Dostoevsky and Tolstoy and confidently pronounce their names. I want to read every book by every Russian author. I want to read all of the classics, the Pulitzer Prize winners, the national bestsellers, the undiscovered contemporaries, before their novels are turned into movies, before they blast to the face of blockbuster actors on every cover. കുടുംബം തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ഇത്തവണ അയൽക്കൂട്ടം വിഭാഗത്തിൽ ആയിഷയുടെ ഉമ്മ ഷംഷാദ് ബീഗം ഹിന്ദി പദ്യ പാരായണത്തിലാണ് സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടിയത്. यही जताया जाता है कहीं अकेली हूँ मैं, क्यों हर बार जहन में आता है एक लड़की हूँ मैं दुर्गा हूँ, मैं शक्ति हूँ, मैं एक माँ और एक स्त्री हूँ, किसी की बहन, किसी की बहू तो किसी के घर की पुत्री हूँ मैं, मगर हर वक्त यही जताया जाता है कहीं अकेली हूँ मैं, क्यों हर बार जहन में आता है एक लड़की हूँ मैं. ഉമ്മയുടെ കഴിവ് മനസ്സിലാക്കി തൻ്റെ പ്രോത്സാഹനത്തിലൂടെ ഈ വർഷം ഉമ്മയെ കൂടി പരിപാടിയിൽ പങ്കെടുപ്പിച്ച് വിജയം നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് ആയിഷ. കാസർഗോഡ് ജില്ലയ്ക്കും പള്ളിക്കര കുടുംബശ്രീ CDSനും ഇത് ഇരട്ടി സന്തോഷമാണ് നൽകുന്നതെന്ന് CDS അധ്യക്ഷ സുമതി KCN ന്യൂസിനോട് പറഞ്ഞു. കുടുംബശ്രീ 26 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയ ആയിഷ അയ്യൂബ്, അവരുടെ ഉമ്മ ഷംസാദ് ബീഗം, അവർ അയൽക്കൂട്ട അംഗമാണ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ വെച്ചിട്ട് 1ാം സ്ഥാനം നേടിയിട്ടുണ്ട് ആയിഷ അയ്യൂബ്. ഇപ്രാവശ്യം ആയിഷ അയ്യൂബിൻ്റെ ഉമ്മയും കൂടി നമ്മൾ ഒന്നിച്ചിട്ട് മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. 1ാം സ്ഥാനം നേടിയ ഷംഷാദ് ബീഗത്തിൻ്റെ മൂത്തമകൾ അസ്മ അയ്യൂബ് ഡൽഹിയിൽ LLB ആദ്യവർഷ വിദ്യാർത്ഥിനിയാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന കുടുംബശ്രീ കലാമേളയിൽ ഓക്സിലറി വിഭാഗം മാർഗം കളിയിൽ സ്കൂൾ കലോത്സവത്തിലെ പരിചയം കരുത്താക്കി കണ്ണൂർ ജില്ലാ ടീം 1ാം സ്ഥാനം നേടി. മലയോര പഞ്ചായത്തായ ഉളിക്കലിലെ ആൻഡ്രീസ സെബാസ്റ്റ്യനും സംഘവുമാണ് കണ്ണൂരിന് വേണ്ടി ചുവടുവെച്ചത്. ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മാർഗം കളിയിൽ പങ്കെടുത്ത ഉളിക്കലിലെ ആൻഡ്രീസ സെബാസ്റ്റ്യനും സംഘത്തിനും ആ പരിചയമാണ് വിജയത്തിലേക്ക് എത്തിച്ചത്. ഉളിക്കൽ കണ്ണോത്ത് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 2022-23, 2023-24 വർഷങ്ങളിൽ മാർഗം കളി ചുവടുവെച്ച സംഘത്തിലെ 3 പേരുടെ നേതൃത്വം ഒരു ടീമിനെ മികച്ചതാക്കി മാറ്റുകയായിരുന്നു. പ്രത്യേകിച്ച് പരിശീലകരായി ആരുമില്ലാതെ ഇവർ സ്വന്തമാക്കിയ 1ാം സ്ഥാനത്തിന് തിളക്കമേറെയുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2 വർഷമായി തുടർച്ചയായി പോയ ഒരു പരിചയത്തിലാണ് ഞങ്ങൾ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചെടുത്തത്. ഞങ്ങൾക്ക് സപ്പോർട്ടായി നിന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി, അതുപോലെ ഞങ്ങളുടെ പ്രത്യേകിച്ച് ലിസി ചേച്ചി, ഓക്സിലറി കോർഡിനേറ്റർ, ഞങ്ങൾ ഇവരോടൊക്കെ വളരെ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ദേശീയപാതയിൽ തുമിനാട് ജംഗ്ഷനിൽ നിർമ്മിക്കുവാനിരുന്ന മേൽപ്പാലം കുറച്ചകലെയായി മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ ശ്രമം നടക്കുന്നതായി പരാതി. ഒരു സ്വകാര്യ വ്യക്തിയുടെ താൽപര്യത്തിനായാണ് ഇത്തരമൊരു നീക്കമെന്നാണ് ആരോപണം. സംഭവം വിവാദമായതോടെ പുതിയ തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ തുമിനാട് ജംഗ്ഷനിൽ നിർമ്മിക്കുവാനിരുന്ന നടപ്പാലം കുറച്ചകലെയായി മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ ശ്രമം നടക്കുന്നതായി പരാതി. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് തുടങ്ങിയവയുള്ള സൗകര്യപ്രദമായ സ്ഥലമെന്ന നിലയിലാണ് തുമിനാട് ജംഗ്ഷനിൽ നടപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ കണ്ടെത്തിയ ഈ സ്ഥലത്ത് നിന്നും ഒരു സ്വകാര്യ വ്യക്തിയുടെ താൽപര്യത്തിനായാണ് നടപ്പാലം മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ നീക്കം നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. രോഷാകുലരായ ജനങ്ങൾ അധികൃതരുടെ തീരുമാനത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ആദ്യം കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മേൽപ്പാലത്തിന്റെ സ്ഥലം മാറ്റം തടയാൻ MLA അടിയന്തരമായി ഇടപെടണമെന്നും MLAയുടെ സാന്നിധ്യത്തിൽ നേരത്തെ സ്ഥലം കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെ നടപ്പാലം നിർമ്മിക്കണമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിവിധ സംഘടനാ നേതാക്കളും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടി നടത്തുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ಇದರ ಖಾಸಗಿ ವ್ಯಕ್ತಿಗಳು ಇಲ್ಲಿ ನಿರ್ಮಾಣವಾಗುವಂಥ ಫುಡ್ ಬ್ರಿಡ್ಜನ್ನು ಸ್ವಲ್ಪ ದೂರಕ್ಕೆ ಕೊಂಡೋಗಿ ಅಲ್ಲಿಗೆ ಯಾರಿಗೂ ಪ್ರಯೋಜನ ಇಲ್ಲದ ಹಾಗೆ ಮಾಡಿದರು. ಇದರ ಬಗ್ಗೆ ನಾವು MLA ಅವರಿಗೆ ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟಿದ್ದೇವೆ. ನಮ್ಮ ಕಂಪ್ಲೇಂಟನ್ನು ತೆಗೆದುಕೊಂಡಂಥ MLA ಅವರು ಇವತ್ತು ಆಗಮಿಸಿ ನಮಗೆ ಮುಂಚೆ ಯಾವ ಸ್ಥಳದಲ್ಲಿ ಇತ್ತು ಆ ಸ್ಥಳದಲ್ಲಿ ಆ ಫುಡ್ ಬ್ರಿಡ್ಜನ್ನು ನಿರ್ಮಾಣ ಮಾಡಿ ಕೊಡ್ತೇವೆ ಅಂತೇಳಿ ಭರವಸೆಯನ್ನು ನೀಡಿದ್ದಾರೆ. ಆದ್ದರಿಂದ ನಮಗೆಲ್ಲರಿಗೂ ಸಂತೋಷವಾಗಿದೆ. ಈ ಫುಡ್ ಬ್ರಿಡ್ಜ್ ಆದಷ್ಟು ಬೇಗ ನಿರ್ಮಾಣವಾಗಲಿ ಅಂತೇಳಿ ಅವರನ್ನು ಕೇಳಿಕೊಂಡಿದ್ದೇವೆ. ನಿರ್ಮಾಣ ಮಾಡಿ ಕೊಡ್ತಾರೆ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಇಲ್ಲೊಂದು ನಮಗೆ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ನಿರ್ಮಾಣ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದ್ದೇವೆ. ಅದನ್ನು ಸಹ ಆದಷ್ಟು ಬೇಗ ನೋಡು ಅಂತ ಹೇಳಿದ್ದಾರೆ. സംഭവം വിവാദമായതോടെ വെള്ളിയാഴ്ച മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സ്ഥലത്തെത്തുകയും നാട്ടുകാരെയും രാഷ്ട്രീയ നേതാക്കളെയും സമാധാനിപ്പിക്കുകയും സ്ഥലം കണ്ടെത്തി ഉറപ്പിച്ച സ്ഥലത്ത് നടപ്പാലം നിർമ്മിക്കുവാൻ ഇടപെടുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ടർപാസ് അടക്കമുള്ള ഫുട്ഓവർ ബ്രിഡ്ജ് അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ അണ്ടർപാസ് ആവശ്യപ്പെട്ട ഒരു പ്രദേശമാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുഞ്ചത്തൂർ വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന തൂമിനാട്. പക്ഷേ അവസാനം നമുക്കൊരു ഫുട്ഓവർ ബ്രിഡ്ജ് കിട്ടി. ആ കിട്ടിയപ്പോൾ നാട്ടുകാർ അണ്ടർപാസിന് പകരം ഇത് കിട്ടിയപ്പോൾ അവർ സ്വീകരിച്ചു. അത് നിർമ്മിക്കുന്ന കാര്യത്തിൽ ചെറിയ രീതിയിലുള്ള അപാകതകൾ നാട്ടുകാരെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാനൊന്ന് സ്ഥലം പരിശോധന നടത്തി. ഏതായാലും സ്കൂളിൻ്റെ കുട്ടികൾക്ക് അനുകൂലമായി, നാട്ടുകാർക്ക് അനുകൂലമായ, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തുടക്കത്തിൽ എവിടെയാണ് അതിൻ്റെ ആദ്യത്തെ ഐഡൻറ്റിഫൈ ചെയ്തത് അതേ സ്ഥലത്ത് നിർമ്മിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളോട് സമ്മർദ്ദം ചെലുത്തും. അതേ സ്ഥലത്ത് നിർമ്മിക്കാനുള്ള ശ്രമം നടത്തും. ഇല്യാസ് തുമിനാട്, കുഞ്ഞിമോനു, രാജേഷ്, രവീന്ദ്ര ഷെട്ടി, നൌഫൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. ജലവിതരണ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതാണ് പ്രതിസന്ധിയുണ്ടാക്കുന്നത്. പ്രദേശവാസികൾ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനെ തുടർന്ന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 2, 4, 8 വാർഡ് പരിധിയിലുള്ള തുമിനാടു, കുഞ്ചത്തൂർ പദവ്, മഞ്ചേശ്വരം കുന്നിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നതായി പരാതി. വിഷയത്തിൽ കുമ്പള അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൈപ്പുകളുടെ ചോർച്ച മൂലം ദിവസേന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. ഇത്ര ഗൗരവമേറിയ വിഷയമായിരുന്നിട്ടും ഇക്കാര്യത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ജലവിതരണ വകുപ്പിന്റെ ഉന്നതാധികാരികൾ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് തൽസ്ഥിതി പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മധൂർ കൂഡ്ലു ധൂമാവതി ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പഠന കിറ്റുകൾ കൈമാറി. ക്ലബ്ബ് പരിസരത്തെ വിദ്യാർത്ഥികളുടെ വീടുകളിൽ നേരിട്ടാണ് കിറ്റുകൾ എത്തിച്ചു നൽകിയത്. മധൂർ കൂഡ്ലുവിലെ ധൂമാവതി സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠന കിറ്റുകൾ വിതരണം ചെയ്തു. ക്ലബ്ബ് പരിസരത്തെ വിദ്യാർത്ഥികളുടെ വീടുകളിൽ കിറ്റുകൾ നേരിട്ടെത്തിച്ചാണ് വിതരണം ചെയ്തത്.
ക്ലബ്ബ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, സെക്രട്ടറി അജേഷ്, ട്രഷറർ സുനിൽ, വൈസ് പ്രസിഡന്റ് പവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ധൂമാവതി സ്പോർട്സ് ക്ലബ്ബ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ ഇന്ത്യ പ്രതീക്ഷയും പ്രത്യാശയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. അബുഹൈൽ KMCC PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ ജൂൺ 9 സെമിനാർ നടക്കും. അബുഹൈൽ KMCC PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ ജൂൺ 9 നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ഇന്ത്യൻ മുന്നണിക്കുണ്ടായ മുന്നേറ്റത്തിലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചരിത്ര വിജയത്തിലും ആഹ്ലാദിക്കാനും നാട്ടിൽ പോയി വോട്ട് ചെയ്തു വന്നവരെ അഭിനന്ദിക്കാനുമായി 7 മണി മുതൽ വിജയാരവം പരിപാടിയും നടക്കും. പ്രഗത്ഭ ഗായകരുടെ സംഗീത വിരുന്നും കൈമുട്ടുപാട്ടും അരങ്ങേറും. യോഗത്തിൽ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. CH നൂറുദ്ദീൻ, ഫൈസൽ മൊഹസിൻ, ഹനീഫ് ബാവ, ബഷീർ പാറപ്പള്ളി, മൊയ്തീൻ അബ്ബ ഹൊസങ്കടി, ആസിഫ് ഹൊസങ്കടി, സുബൈർ അബ്ദുള്ള, സുബൈർ കുബണൂർ, ഹസൈനാർ ബീജന്തെടുക്ക, റഫീഖ് കാടങ്കോട്, സിദ്ദീഖ് ചൌക്കി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ബഷീർ പാറപ്പള്ളി ഖിറാത്ത് നടത്തി. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതവും ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സംസ്ഥാന സർക്കാർ പ്രധാന പരിഗണന നൽകുന്നത് വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണെന്ന് E. ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ക്ലാസ് മുറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആ കമ്മീഷൻ നിശ്ചയിച്ചത്. ആ കമ്മീഷൻ സമഗ്രമായ പഠനം നടത്തിയാണ് നമ്മുടെ ഈ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ രാജ്മോഹനൊക്കെ വളരെ കൃത്യമായത് പഠിച്ച ആളായിരിക്കും. 11,000 ജില്ലാനും കൂടി ഉൾപ്പെടെ വികസനമാണ് കാസർഗോഡ് ജില്ലക്ക് രാജ്മോഹൻ. 11,000 ജില്ല 100 ജില്ലാനും കൂടി ഉൾപ്പെടുക. ഇന്നത്തെ നിലയിൽ 100 വർഷം കഴിയണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ LDF ഗവൺമെൻറ് 16-21 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 100 കോടി രൂപയായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് അതല്ലാത്ത കാലത്തെല്ലാം അതിന് താഴെയാണ് 90, 75 ഒക്കെ കോടിയാണ്. 100 കോടി തന്നെ കണക്കാക്കിയാലും 11,000 കോടി കിട്ടാൻ എത്ര വേണം? 100 വർഷം കഴിയണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നും നടപ്പാക്കാൻ കഴിയുന്നൊരു പദ്ധതിയല്ല. കേന്ദ്ര ഗവൺമെൻറ് സഹായം, വിവിധ മേഖലകളിൽ നിന്നുള്ള സഹായം, അങ്ങനെ തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളെല്ലാം അതിനകത്തുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായി ഇടപെടുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ K. ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രധാന അധ്യാപിക CK സുനിതാദേവി നന്ദി രേഖപ്പെടുത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി P, കാസർഗോഡ് നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹൻ, A. കൃഷ്ണൻ, K. രാജേന്ദ്രൻ, KV കൃഷ്ണൻ, A. തമ്പാൻ, P. കൃഷ്ണൻ, K. ബാലകൃഷ്ണൻ, A. പവിത്രൻ, M. സുനിത, P. രാധാകൃഷ്ണൻ, ധന്യ അരവിന്ദ്, PV ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 1.49 കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന 9 ക്ലാസ് മുറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങാണ് MLA നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂൺ 11 തുടക്കമാവും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. 1 വർഷം നീണ്ടു നിൽക്കുന്ന രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂൺ 11 തുടക്കമാവും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി അധ്യക്ഷത വഹിക്കും. രാജപുരം ഹോളി ഫാമിലി ദേവാലയ വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ ജോസ് അരീച്ചിറ ചെയർമാനായും സ്കൂൾ പ്രിൻസിപ്പൽ ജോബി ജോസഫ് ജനറൽ കൺവീനറായും PTA പ്രസിഡന്റ് പ്രഭാകരൻ KA എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ജൂബിലി വർഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും.
ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് മെറിറ്റ് ഡേ ആഘോഷം, സ്നേഹവീട് നിർമ്മാണം, രക്തദാന ക്യാമ്പ്, ഓൾ കേരള ഇന്റർ സ്കൂൾ പ്രസംഗ മത്സരം, പൂർവ്വ മാനേജർമാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം, ഓൾ കേരള ഇന്റർ സ്കൂൾ മെഗാ ക്യൂസ് മത്സരം, ഫുഡ് ഫെസ്റ്റ് തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി സിൽവർ ജൂബിലി സ്മാരക കെട്ടിടത്തിന്റെ നിർമ്മാണവും ഈ ജൂബിലി വർഷം തന്നെ പൂർത്തിയാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസ് അരീച്ചിറ, ജനറൽ കൺവീനർ ജോബി ജോസഫ്, മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സാലു AM, ചെയർമാൻ ജിജി കിഴക്കേപ്പുറത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. SLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ഓടുകൂടി ഉന്നത വിജയം നേടിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിലെ A ക്ലാസ് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കൾക്ക് ബാങ്ക് ഭരണസമിതി നൽകിയ അനുമോദനം വിവിധ പരിപാടികളോടെ നടന്നു. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സെന്ന ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഹംസ പുതിയകോട്ട, ഡയറക്ടർമാരായ NK രത്നാകരൻ, VV സുധാകരൻ, T കുഞ്ഞികൃഷ്ണൻ, കരീം കല്ലൂരാവി, ഗഫൂർ, VV മോഹനൻ, P സരോജ, അസീത പടന്നക്കാട്, ഭാസ്കരൻ കുശാൽ നഗർ, സുബൈദ, സെക്രട്ടറി നസീമ KP, സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് പാടിയിൽ ബാബു, പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജഗോപാലൻ K ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജഗോപാലൻ K ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കൂട്ടക്കനി ക്ലാസ് എടുത്തു. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷനായി. നിരവധി ആളുകൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. കാസർഗോഡ് ജില്ലയിൽ കടലിൽ പോയ ബോട്ടുകളിൽ മിക്കതും ഹാർബറുകളിൽ തിരിച്ചെത്തി. കാസർഗോഡ് ജില്ലയിൽ കാലവർഷം ശക്തിയാർജിച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ ലഭിക്കുന്നത് കനത്ത മഴ. സംസ്ഥാന കുടുംബശ്രീ കലോത്സവം ഓക്സിലറി അയൽക്കൂട്ട വിഭാഗങ്ങളിലായി 60 ദിനങ്ങൾ പൂർത്തിയായപ്പോൾ കാസർഗോഡ് ജില്ല മുന്നേറ്റം തുടരുന്നു. സംസ്ഥാന കുടുംബശ്രീ കലോത്സവത്തിൽ താരങ്ങളായി ഉമ്മയും മകളും. ഒന്നാമതെത്തിയത് ഇംഗ്ലീഷ് കവിത, ഹിന്ദി കവിത പാരായണത്തിൽ. തുമിനാട് ജംഗ്ഷനിൽ നിർമ്മിക്കുവാനിരുന്ന നടപ്പാലം മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ ശ്രമം നടക്കുന്നതായി പരാതി. തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ജലവിതരണ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.